ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവാണ്. എങ്ങോട്ടാണ്? വണ്ടിരുത്തിന് ശേഷം ആദ്യ യാത്ര എവിടുക്കാൻ നിങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾ മൈദിൻക്ക് പോവണേ. അതെ, മലപ്പുറം മൈദിൻക്ക് മോനോന് ഇന്റർവ്യൂവിന് പോവാണ്. അതെ. അപ്പൊ എന്താ പറയാ, നമ്മളിതിന് മുമ്പേ നമ്മുടെ ദാറുൽ തന്നെ ഇന്റർവ്യൂവിന് പോയി. പക്ഷെ അത് നമുക്ക് ഫായ്ദ ഉണ്ടായില്ല. ഒരുപാട് പ്രതീക്ഷയിലാണ് ഇത് പോകുന്നത്. പ്രതീക്ഷയില് പോണത് കിട്ടി പോയാ പോയി, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിന് മുമ്പേ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് മദിൻ അല്ലേ, അതിന്റെ ഉൾഭാഗങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ പള്ളി കാര്യങ്ങൾ 26 ഏക്കറിലാണ് അത് സ്ഥാപിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ ഉൾവശം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക. ഏതായാലും ഇന്റർവ്യൂവിന് പോവില്ല, കാണാത്തവർക്ക് ഒന്ന് കാണും ചെയ്യാലോ. അവിടുത്തെ വീഡിയോ ഒക്കെ എല്ലാരും കണ്ടുനോക്കിട്ടാ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, എല്ലാരും കണ്ടോളിയും. അപ്പൊ നമുക്ക് വീഡിയോയിൽ പോവാം. അപ്പം നമ്മളിതാ മദിൻ അക്കാദമിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മേൽമുറി സ്വലാത്ത് നഗർ സ്വലാത്തൊക്കെ നടന്നിരുന്ന സ്ഥലമല്ല അതവിടെ. അപ്പോൾ എന്താ പറയുക, ഇൻ്റർവ്യൂ ഇപ്പം ഞങ്ങൾ 11 മണിക്ക് എത്തിക്കണേ. പക്ഷേ അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ കൂടി ആയിട്ട് കുറേ ടൈം പിടിച്ചിരിക്കണം. 1.5 മണിക്കാണ് ഇൻ്റർവ്യൂവിന് കയറിയതാണ്ടില്ല. ഒരുപാട് ജനങ്ങളുടെ സാഗരന്ന്. എന്താ പറയുക, അതൊരു ലോകമാണ്. കാണാത്തവരുണ്ടെങ്കിൽ അവിടെ നിന്ന് പോയി നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സംഭവം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നത് അവിടെ നിന്ന് രജിസ്റ്റർ, ഞങ്ങൾ ഫോമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓൺലൈനായിട്ട് നമ്മൾ എടുത്തുകാണ്ട് പ്രിൻ്റ് എടുത്തുകാണ്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ചെന്ന് വേറൊരു ഓഫീസിൽ ചെന്ന് കുറച്ച് പണി ഉണ്ടായിരുന്നത് അതിൻ്റെ ഫോം എന്തൊക്കെ എടുക്കാനും വേണ്ടിയിട്ട്. പിന്നെ പൈസ പിന്നെ അതിന് പോണിന് മുന്നേ തന്നെ അടച്ചതുകൊണ്ട് അത് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഫോമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇതാ നമ്മളെ ഓരോരോ ഭാഗമായി കാണുന്നുണ്ട്. ഖുർആൻ്റെ ഹിഫ്ദിൻ്റെ വേറെ, അങ്ങനെ ഓരോരോ വിഭാഗങ്ങളുണ്ടല്ലോ, അവർക്ക് ഓരോ സെക്ഷനായി കണ്ടാണ്. എന്താ പറയുക, ഒരു 26 ഏക്കർ അല്ലേ, 26 ഏക്കർ ആണ് ഈ സ്ഥലം തന്നെ. ഒരു ലോകം തന്നെ, നമ്മളൊന്നും കണ്ട് മുഴുവനാവില്ല, അത്രക്കും നടന്ന് കാണാണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ സ്റ്റേജും ഇതൊക്കെ റെഡിയാക്കിക്കണം. ഒരു വലിയ ഇതിനായിട്ടുള്ളതാണ് തോന്നുന്നുണ്ട് കേട്ടോ. കസാരകളൊക്കെ നിരത്തി വെച്ച് വിദ്യാർത്ഥികളോടൊക്കെ ഇങ്ങനെ കയറിയിരിക്കാൻ പറഞ്ഞ് രക്ഷിതാക്കൾ അതിൻ്റെ ബാക്കിലും, പിന്നെ കല്ലീലുൽ ബുഖാരി തങ്ങളും എല്ലാവരും ഒരുപാട് ഉസ്താദന്മാരുടെ പ്രസംഗങ്ങളും ഒക്കെ കൂടി ഒരു 1.5 മണി വരെ അങ്ങനെ പോയി. 1.5 മണിക്ക് 2 മണിക്കായിരുന്നു മോനുവിൻ്റെ ഇൻ്റർവ്യൂ. ഇതുണ്ടല്ലേ, അത് അവിടുത്തെ ഓരോരോ പള്ളിയും ഇതൊക്കെ എന്തോ ഒരു രസമാണ് കാണാനറിയാം. പള്ളിയും അതിൻ്റെ ഓരോരോ ഇത് പള്ളിയാണ് തോന്നുന്നുണ്ട്. കോളേജുകളും കാണാൻ എന്ത് രസം. അതാണ്ടില്ല, ഇതൊക്കെ ഫുള്ള് ഈ ഒരു മദിൻക്ക് ചേരാൻ വേണ്ടി വന്ന കുട്ടികളാണ് കേട്ടോ. പിന്നെ ഒരുപാട് നല്ല നല്ല ഉസ്താദന്മാരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. ഇത് കണ്ടില്ല, ഇത്രയും വിദ്യാർത്ഥികൾ ഇന്ന് അവിടെ ജോയിൻ ചെയ്യാനുള്ള ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമുക്കവിടെ വിശന്നും തളർന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതാത് ടൈമിനനുസരിച്ച് നമുക്ക് നല്ല നമ്മളെ സ്വീകരണം കേട്ടോ. നല്ല ജ്യൂസ്, നല്ല അടിപൊളി ജ്യൂസ് ഉണ്ട്. ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ തന്നെ പിന്നെയും വീണ്ടും ജ്യൂസ് കൊടുന്ന് തന്നിട്ടും നമുക്ക് എന്താ പറയുക, ഒരു ക്ഷീണവും ഇതൊന്നും ഉണ്ടാവില്ല. നല്ല എന്താ പറയുക, നല്ലൊരു പെരുമാറ്റം എല്ലാവർക്കും. ഇതണ്ടില്ല, നല്ല മൂലയിരട്ടികളെ കാണുമ്പോൾ തന്നെ എന്തൊരു അന്തസ്സറിയോ. വെള്ള ഡ്രസ്സിട്ട് കാണാൻ. അങ്ങനെ എല്ലാവരോടും ഫുള്ള് രക്ഷിതാക്കളും മുഴുവൻ അതിൻ്റെ ഉള്ളിലിരുന്ന് ഒരു 11 മണിക്ക് ഇത് കൃത്യം തുടങ്ങിയിരിക്കണം. പക്ഷേ ഒരുപാട് ടൈം പിടിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിൻ്റെ വരെ വെയിറ്റ് ചെയ്യും. പക്ഷേ നമുക്കൊന്നും തോന്നൂല. കലീലുൽ ബുഖാരി തങ്ങളെ പ്രഭാഷണം ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ഉണ്ട് കേട്ടോ. അതിൽ നമ്മളെ പൊന്നു തണ്ട കള്ളനോട്ടം നോക്കുന്നുണ്ട് അവിടെ ഇരുന്നിക്കാണ്ട്. പിന്നെ ഞാൻ മുന്നിൽ തന്നെ ഇരുന്നത്. പക്ഷേ പെണ്ണുങ്ങൾക്ക് വേറെ ഒരു മറ കെട്ടിയിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് വേറെ, ആണുങ്ങൾക്ക് വേറെ ആയിക്കാണ്ട്. ഒരുപാട് കുട്ടികൾ ചേരുന്നുണ്ട്. പക്ഷേ അതിൽ അധികം എല്ലാവർക്കും കിട്ടൂല എന്നാണ് പറയണത്. കുറച്ച് കുട്ടികളെ തിരഞ്ഞെടുത്തവർക്ക് കുറഞ്ഞ സീറ്റുകളുള്ളൂ. അപ്പോൾ ബാവതാ മറൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിലായിട്ട് ഞാനും ഇരിക്കുന്നുണ്ട്. പിന്നെ ഫുള്ള് അവിടെ സ്ത്രീകളല്ല, ഫുള്ള് ഉമ്മാര് ഒരുപാടുണ്ട്. പിന്നെ ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه
പിന്നെ ഇതാ പൊന്നൂനും മോനൂനൊക്കെ ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ ഇരിക്കല്ലോ, അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ മോനൂന് ഇതാ ടാഗൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോനെ E3 ആണ് നമ്പർ ഓൻ്റെത്. പിന്നെ അപ്പോക്കിന് ഖലീൽ ബുഖാരി തങ്ങളൊക്കെ വന്ന് അതിൻ്റെ കുറച്ച് പ്രഭാഷണം കേട്ടോളിട്ട് നല്ല രസമുണ്ട് കേൾക്കാൻ. സമൂഹത്തിന് മുമ്പിൽ ഒറ്റയ്ക്ക് ആശീർവദിക്കാൻ തെറ്റിപ്പോയ സർവ്വസാധാരണമാണ്. ചെറിയ കുട്ടികൾ. എന്നാൽ ഇന്നലെ മകളിൽ സാധാരണ കുറഞ്ഞ ഏറ്റവും നല്ല സൗകര്യപ്രദമായ പള്ളിയിൽ രാവിലെ 4 മണിക്ക് തുടങ്ങിയിട്ട് കണ്ടമാനം ആളുകൾ വരുന്നു, പോകുന്നു, കേൾക്കുന്നു. ആ രൂപത്തിൽ മൈക്കിലൂടെ ഇടത്തടവില്ലാതെ രാത്രി വരെ ഖുർആൻ ഖത്മ് തീർത്തത് ഹലാവ തിലാവത്തിൻ്റെ മാധുര്യം അത് കണ്ട ആ പള്ളിയുടെ മുത്തവല്ലി അദ്ദേഹത്തിന് പക്ഷി പറക്കുന്ന മുഴുവൻ 2 ചിറകൊണ്ടാണെങ്കിൽ മനുഷ്യനേക്കാൾ ഉയർത്തി പറക്കാൻ കഴിയും. എന്തിട്ടെങ്കിൽ ഹിമ്മത്തുണ്ടെങ്കിൽ നടക്കാത്ത ഒന്നും ഈ ലോകത്തുണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു മരുന്ന് ഹിമ്മത്ത് തന്നെയാണ്. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിലോ 1ഉം 2ഉം അല്ല, നമുക്ക് വീണ്ടും എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ 2 മണിക്ക് മോനോൻ്റെ ഇൻ്റർവ്യൂ തുടങ്ങുമെന്ന് പറഞ്ഞത് റൂമ് കയറ്റിയാണ്. ഞാനവിടെ കയറിപ്പോയി. അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് എന്താ വെച്ചാൽ അധികം ഉമ്മാരും അവിടെ കയറുന്നില്ല, ഫുള്ള് ഈ മൂലരുട്ടികളല്ലേ. അപ്പോൾ ഇൻ്റർവ്യൂവിന് കയറി സിമ്പിൾ ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല പറഞ്ഞ്. ഇപ്പം എന്താ ആയിത്തീരുന്നൊന്നും അറിയില്ല കേട്ടോ. എന്താ കുറച്ച് കുട്ടികൾ എടുക്കുള്ളൂ എന്നല്ല പറഞ്ഞ്. അപ്പം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മോനൂന് ഭാഗ്യം ഉണ്ടെങ്കിൽ മോനൂന് കിട്ടും. എന്നുവെച്ചാൽ മോനെ ഭയങ്കര ഇഷ്ടമായിരിക്കണം അവിടെ ചെന്നപ്പോൾ കോളേജും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് കേട്ടോ. 3ാം നിലയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുണ്ട് അതിൻ്റെ മേലെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഓനെ കയറിയിട്ട് രക്ഷിതാക്കളൊക്കെ താഴെ വെയിറ്റ് ചെയ്ത് അപ്പോക്കിന് വെയിറ്റ് ചെയ്ത് വൈകുന്നേരമായി 6 മണിക്കാണ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഓനോട് ഞാനിങ്ങനെ എന്തായി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണേ. ഏതായാലും അത് കഴിഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്തത് വൈകുന്നേരം 6 മണിക്ക് ശേഷം സ്വലാത്തിൻ്റെ ഒരു മജ്ലിസ് ഉണ്ടല്ലോ, മുമ്പ് കാലങ്ങളായിട്ട് നടത്തി വരുന്ന നാല് സ്വലാത്തിൻ്റെ ഒരു സ്വലാത്ത് നഗറല്ലേ, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടില്ല കസേരകൾ നിരത്തിയിട്ടിരിക്കണം. ഇഷ്ടംപോലെ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതിനും വേണ്ടി നിരത്തിയിട്ടാണ്. അപ്പോൾ 10 മണി വരെ ഉണ്ടാവും. ഞങ്ങളോട് നിൽക്കാനൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ കുട്ടിമോനൊക്കെ വരാനുള്ള വെച്ചിട്ട് എളുപ്പം പോകുന്നു. അവിടുത്തെ പള്ളി കണ്ടിരുന്നത് അതൊരു സംഭവമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തോ രസമാണ് കാണാൻ, അടിപൊളിയാണ്. അപ്പം നമ്മളെ മോനോ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ വണ്ടി കയറി തിരിച്ചു പോവേണേ. ഇന്റർവ്യൂ എല്ലാ ഒരുവിധ ക്വസ്റ്റ്യനൊക്കെ ആൻസർ കിട്ടിയോ? കിട്ടിയോ? കഴിഞ്ഞതിനെക്കാട്ടി ഞങ്ങൾക്ക് എളുപ്പമായി തോന്നിയാ? പ്രതീക്ഷ ഉണ്ടല്ലേ? ശരിക്കും എങ്ങനെയുണ്ട്? ഒരു ലോകം തന്നെയല്ലേ? എങ്ങനെയുണ്ട് എന്റെ അഭിപ്രായം? ഒരു ലോകം പറയാ, കാണേണ്ട കാഴ്ച തന്നെയല്ലേ. മഴത്തിന് കാണേണ്ട കാഴ്ച നമ്മള് കണ്ടിട്ടുള്ളൂ. പുറത്തു കൂടി ഇങ്ങനെ മലപ്പുറം റോഡ് കൂടി പോകുമ്പോ കണ്ടിട്ടല്ലോ മഴത്തിന്. അത് ഒരു ലോകം. നല്ല അടിപൊളി കാരണം എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഇഷ്ടംപോലെ, ഒന്നും നോക്കണ്ടാവും. നല്ല അടിപൊളി ജ്യൂസും കാര്യങ്ങളും. നമുക്ക് ബിരിയാണി ഒക്കെ പറഞ്ഞാല് മറ്റോടത്തൊക്കെ ഓരോ പോതി കിട്ടിയാല് നമ്മളായിട്ട് തൃപ്തി. ഇത് നമുക്ക് വീണ്ടും എടുത്ത് കഴിക്കാം. ജ്യൂസ് കാര്യങ്ങള് ഒന്നും ചെലവില്ല, പോയി പോന്നേ. അതെ, ഏതായാലും നിങ്ങളെല്ലാം പ്രാർത്ഥന വേണം. എല്ലാരും പ്രാർത്ഥിക്കിട്ടാനും വേണ്ടി എന്തായാലും കിട്ടട്ടെ. ഇഷ്ടപ്പെട്ടിരിക്കണം. എന്താ വെച്ചാൽ ഓൻക്കും തന്നെ ഒരു സമാധാനമുള്ള. മറ്റോടത്തേക്ക് പോയപ്പോ ഭയങ്കര ടഫ് ചോദ്യങ്ങളൊക്കെ. ഇത് പിന്നെ മോൻ ഇറങ്ങിയപ്പോ തന്നെ ഓനക്ക് ചിരിച്ചുകാരനാണ്, കുഴപ്പമില്ല. അസ്ലാം വലിക്കുന്ന പൊയ്ക്കട്ടാന്നൊക്കെ പറഞ്ഞാണ്ട് പറഞ്ഞയച്ചതൊക്കെ പറയുന്നത്. അപ്പൊ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങൾ എല്ലാം ഒരുവിധം കിട്ടി അവനക്ക്. അൽഹംദുലില്ലാഹ് കിട്ടാൻ പണിയാണെന്നാണ് പറയണത്. എന്നാലും ഒരു എന്താ പറയാ 90% ചാൻസ് കുറവാണല്ലോ കിട്ടാനേ. എല്ലാരും പ്രാർത്ഥിക്കൊണ്ടേ കിട്ടാൻ വേണ്ടിട്ട്. കാരണം അവന്റെ ഒരു ആഗ്രഹമാണ്. അവനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്ട് ഇറങ്ങി തിരിച്ചതാണ്. അപ്പൊ ഓന്റെ ആഗ്രഹം പോലെ ആയി കിട്ടിയ മതിയെന്നോ. അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ഷെയർ ചെയ്യാം. കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാം. അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ മോനെ പറഞ്ഞോ, എല്ലാവർക്കും ബൈ ബൈ. ഭയങ്കര
നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവർക്കും 2 മണിക്ക് കേറിയിട്ട് അതെ. 6 മണിക്കല്ലേ അതെ, അത്രയും സമയം ഇന്റർവ്യൂ ചെയ്യുന്നു ലൈവായിട്ടും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടൊക്കെ എഴുതുന്ന പറഞ്ഞില്ല. മറ്റോടത്ത് 2 മണിക്കൂർ, ഇവിടെ 2 മണിക്ക് തുടങ്ങി 6 മണിക്കൂർ വരെ അതിന്റെ ഉള്ളിൽ തന്നെ. ഞങ്ങൾ എന്നിട്ട് അവിടെ പുറത്ത് പോയിക്കാണ്ട് വണ്ടി നിർത്തിട്ട് കാണും കുറച്ച് കാറ്റോണ്ടിരുന്ന് ഈ ചൂടും ഇതൊക്കെ അല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലേക്ക് വരുമ്പോ വരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.